നമസ്തേ. ഞങ്ങൾ ആറന്മുള വന്നേക്കാട്ടോ. ആറന്മുള വള്ളസദ്യ കഴിക്കാനായിട്ടൊരു ചാൻസ് കിട്ടി. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ ശരിക്കും നമ്മളിത് പമ്പയുടെ, അതായത് അവിടെയാണ് അമ്പലം കാണുന്നത്, പമ്പയാറാട്ടോ. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ മറ്റേ ചുണ്ടൻ വള്ളങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടേക്കണ കാണാം കേട്ടോ. അറ്റത്താണ് മറ്റേ ക്ഷേത്രം വരുന്നത്. അവിടെ കുറേ വള്ളങ്ങളിങ്ങനെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ വഴിപാട് എൻ്റെ ഒരു സുഹൃത്താണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ആറന്മുള വള്ളസദ്യ കഴിക്കാനുള്ളത് ഒരു അവസരം വന്നത്. എൻ്റെ കൂടെ സുഹൃത്തായ മിഥുൻ ഉണ്ട്. മിഥുൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പിന്നെ വേറെ 2 കൂട്ടുകാരും കൂടി ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വള്ളസദ്യേനെ പറ്റി കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്കും വഴിപാടായിട്ട് നടത്താം. അത് ബുക്കിങ്ങൊക്കെ ഭയങ്കര ഇതാണ്, കിട്ടാനൊക്കെ ഇതാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണ് ഈ തവണ ഇന്നത്തെ വഴിപാട് നടത്തുന്ന സുഹൃത്താണ്. അങ്ങനെയാണ് നമുക്ക് ഇതിനുള്ളൊരു വള്ളസദ്യ കഴിക്കാനുള്ളൊരു അവസരം കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 8:30 ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവിടെ പോകണം, ഒന്ന് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വേണം ഇനി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടോ. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വണ്ടി പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് മുഖ്യ പ്രതിഷ്ഠ. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണിത്. 6 അടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ആറന്മുള വള്ളസദ്യ. കർക്കിടകം 15 മുതൽ കന്നി 15 വരെയാണ് വള്ളസദ്യ വഴിപാട് നടത്തുന്നത്. ആചാരനിബിഡമായ വള്ളസദ്യ വഴിപാട് ഭക്തർ അഭീഷ്ടസിദ്ധിക്കായാണ് നടത്തുന്നത്. വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. 2 പറകളാണ് നിറയ്ക്കുന്നത്. ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പൂജിച്ച് നൽകുന്ന മാലയും വെറ്റിലയും പുകയിലയുമായി അതാത് പള്ളിയോടക്കടവിലെത്തി പള്ളിയോടത്തെ യാത്രയാക്കുന്നു. കരനാഥന്മാർക്ക് വെറ്റില, പുകയില എന്നിവ കൊടുത്ത് വഴിപാട് നടത്തുന്നയാൾ കരമാർഗം ക്ഷേത്രത്തിലെത്തണം. എന്താണ് പറ. അതിന് ഭഗവാന് രാവിലെ ചാർത്തിയ അദ്ദേഹത്തിൻ്റെ കിരീടമാണ് ഇത്. അപ്പോൾ ആ കിരീടം നമ്മൾ റിക്വസ്റ്റ് ചോദിച്ച് തന്നല്ലേ. അത് ഭദ്രമായിട്ട് പൂജാമുറിയിൽ വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ പാർത്ഥസാരഥിക്ക് വേണ്ടിയിട്ട് കീൻവേൻമഴി എന്ന് പറഞ്ഞിട്ടൊരു വള്ളത്തെ നമ്മൾ സ്പോൺസർ ചെയ്യുകയും. എന്ത് വെള്ളത്തിൻ്റെ പേര്? കീൻവേൻമഴി. ആ വള്ളത്തിൽ വരുന്നവരെ നമ്മൾ എല്ലാ ചടങ്ങുകളും കൂടി സ്വീകരിച്ച് അവർക്കൊരു ഭക്ഷണം, സദ്യ, ആറന്മുള സദ്യ കൊടുക്കുകയും ചെയ്യും. വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. ആറന്മുളയുടെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് പള്ളിയോടങ്ങൾ പമ്പാ നദിയിലൂടെ തുഴഞ്ഞ് ആറന്മുള ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരനടയിലേക്ക് എത്തുന്നത്. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം, ഭീഷ്മപർവം, രാമായണം, ഭഗവദ്ദൂത്, നളചരിതം, സന്താനഗോപാലം, വെച്ചുപാട്ട് തുടങ്ങിയ വഞ്ചിപ്പാട്ടുകളാണ് ആറന്മുളയിൽ ഉപയോഗിക്കുക. ഇത് പുറകിലെ ഗോപുരം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. ശാസ്താവും യക്ഷിയമ്മയാണ് കേട്ടോ പുറകിലെ പ്രതിഷ്ഠ. കടവിലടുക്കുന്ന വള്ളത്തിനെ അഷ്ടമംഗല്യം, വിളക്ക്, താലപ്പൊലി, വായ്ക്കുരവ, വെടിക്കെട്ട്, മുത്തുക്കുട, നാദസ്വരമേളത്തോടുകൂടി സ്വീകരിക്കുന്നു.
ആറന്മുള ക്ഷേത്രക്കടവിലെത്തുന്ന കരക്കാരെ ക്ഷേത്ര അധികാരികളോ വഴിപാടുകാരനോ വെറ്റിലയും പുകയിലയും നൽകി അഷ്ടമംഗല്യത്തോടെ മുത്തുക്കുടകളോടും വാദ്യമേളങ്ങളോടും കൂടി എതിരേറ്റ് സ്വീകരിക്കുന്നു. ഇങ്ങനെ സ്വീകരിച്ച് വള്ളത്തിൽ വന്നവരെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചുവട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴും പാട്ടുകാർ വള്ളപ്പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. കൊടിമരച്ചുവട്ടിൽ പറയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തി വള്ളത്തിൽ കൊണ്ടുവന്ന മുത്തുകുട പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് വായുവിലാടുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതിനുശേഷം മുത്തുക്കുട മടക്കി കൊടിമരച്ചുവട്ടിൽ നിറപ്പറയുടെ അടുത്ത് വയ്ക്കുന്നു. കൂടെ വള്ളം തുഴയുന്ന ഒരു നയമ്പും ആറന്മുള തേവർക്ക് നടക്കൽ വയ്ക്കുന്നു. പിന്നീട് വള്ളപ്പാട്ടും പാടിക്കൊണ്ട് വള്ളസദ്യ ഉണ്ണുവാൻ ഊട്ടുപുരയിലേക്ക് പോകുന്നു. ഇത് ഒരു പ്രധാന ചടങ്ങാണ്. വഴിപാടുകാരൻ്റെ കുടുംബമൊഴികെ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ണാനിരിക്കുന്നത്. അതിനുശേഷമേ വഴിപാടുകാരനും വീട്ടുകാരും ഊണ് കഴിക്കാറുള്ളൂ. വള്ളപ്പാട്ടിൽ കൂടി ചോദിക്കുന്ന വിഭവങ്ങൾ ഉടനടി സദ്യയിൽ വിളമ്പും. ഇങ്ങനെ ഉണ്ടു കഴിയുന്നതുവരെ വളരെ ശ്രദ്ധയോടുകൂടി വിളമ്പിക്കൊണ്ടേയിരിക്കണം. അതാണ് വള്ളസദ്യയുടെ ഏറ്റവും വലിയ ആകർഷണവും. ചോദിക്കുന്നതൊന്നും ഇല്ലെന്ന് പറയുവാൻ പാടില്ലത്രേ. ഇന്നും വള്ളസദ്യയ്ക്ക് ആവശ്യമായ പാളത്തൈര് ആചാരപരമായി കോട്ടയം ജില്ലയിലെ ചേനപ്പാടിയിൽ നിന്നുമാണ് എത്തിക്കുന്നത്. സദ്യ കഴിഞ്ഞ് വീണ്ടും കൊടിമരച്ചുവട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിക്കും. അവിടെ നിറച്ചു വച്ചിരിക്കുന്ന പറ മറിക്കും. ഇതിനെ പറ തളിക്കുക എന്നാണ് പറയുന്നത്. പള്ളിയോടക്കരക്കാർ ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിക്കും. പിന്നെ വള്ളപ്പാട്ടും പാടി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വടക്കേ ഗോപുരത്തിലൂടെ വള്ളക്കടവിലേക്ക് ആനയിക്കുന്നു. വഞ്ചിപ്പാട്ട് പാടി കരക്കാർ എല്ലാവരും വന്ന വള്ളത്തിൽ തന്നെ കയറി വന്നതുപോലെ തിരികെ വള്ളപ്പാട്ടും പാടി തിരിച്ചു പോകുന്നു. വള്ളക്കാരെ യാത്രയാക്കി കഴിഞ്ഞാണ് വള്ളസദ്യ നടത്തിയ വീട്ടുകാർ സദ്യ കഴിക്കുന്നത്. അതോടുകൂടി വള്ളസദ്യയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നു. ഇതാണ് കേട്ടോ മറ്റേ വള്ളസദ്യയുടെ ഒരു ടോക്കൺ വരുന്നത്. ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വഴിപാടാണെന്ന് അനൂപ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച ഞങ്ങൾക്ക് 4 പേർക്ക് കിട്ടുന്നുണ്ട്. ക്ഷേത്രം കടവിൽ നിന്നും കുറച്ച് മാറിയുള്ള സത്രം കടവിൽ നിന്നാണ് വള്ളം പുറപ്പെടുന്നത്. വള്ളത്തിലൂടെയുള്ള യാത്രയും വള്ളപ്പാട്ടും സദ്യയുടെ വിഭവങ്ങൾ വള്ളപ്പാട്ട് രൂപത്തിൽ ചോദിക്കുന്നതും സദ്യയുടെ അവസാനം കലാശം പാടുന്നതുമെല്ലാം വളരെ വിശദമായി നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. ഇതാണ് കീഴ്വൻമഴി. കീഴ്വൻമഴി ഇത് ഓരോ വഞ്ചികൾക്കും ഓരോന്നിനും ഓരോ പേരാട്ടോ. ഏകദേശം 52 ദേശങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ 52 ദേശങ്ങളുടെ 52 വഞ്ചികൾ. ഈ കീഴ്വൻമഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു വഞ്ചിയുടെ ഒരു സദ്യ ഉണ്ടോ നമ്മുടെ സുഹൃത്ത് നടത്തിയേക്കണേ. ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഏകദന്തം മഹാകായ സന്നിധോ ഏകദന്തം മഹാകായ ഭക്തകാഞ്ചന സന്നിധം ഏകദന്തം മഹാകായ ഭക്തകാഞ്ചന സന്നിധം
എല്ലാരും നയമ്പിട കടവിൽ എടുക്കത്തുള്ളൂ. നയമ്പിട അങ്ങനല്ല, ഇങ്ങനെ പാർത്തലത്തിനാർത്തി പോക്കി കീർത്തി പാർത്ഥനുളവാക്കി. പാർത്തലത്തിനാർത്തി പോക്കി കീർത്തി പാർത്ഥനുള്ള അവിടെ പാർത്തലത്തിനാർത്തി പോക്കി കീർത്തി പാർത്ഥനുളവാക്കി. നയമ്പിട നയമ്പിട ഞങ്ങളെല്ലാരും പഠിപ്പിക്കുക. എന്റെ കണ്ണ ഒന്നു കണ്ണ തിരുവാരൻ ഈ ഒരു വഞ്ചിയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. പാട് നമുക്ക് ഇവരുടെ ഒരു വഞ്ചിയുടെ ഒരു ടാഗ് കിട്ടുന്നുണ്ട് കേട്ടോ. വഞ്ചിക്കാരുടെ പേരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. രാഷ്ട്രീയ തിരിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വള്ളസദ്യ കഴിക്കാൻ കയറിയിട്ടാണ്. ഇതാണ് ഇവരുടെ കാർഡ്.
ഇപ്പം ഞാൻ നോക്കിയിട്ട് കണ്ടത് അടയുണ്ട്. ഇത് അടയാണ്. പഴം, കരിമ്പ്, പിന്നെ ആപ്പിളാന്ന് തോന്നുന്നു. ഉണ്ണിയപ്പം, പപ്പടം, ശർക്കര വരട്ടി, എള്ളുണ്ട, ഇത്ര സാധനങ്ങളുണ്ട്. ഇത് വഴുതനങ്ങയാണ്. ഇത് ഉപ്പുമാങ്ങ കേട്ടോ. വഴുതനങ്ങ ഉപ്പുമാവും. കാത്തിടും നല്ല ദൈവം ഹരിവരവദനപുരി കാരുണ്യശാലി ഏർത്തും ശ്രീകണ്ഠനെ സാക്ഷാൽ ശ്രീകൽപവൃക്ഷം ഗണപതി ഭഗവാന്റെ പാദപത്മം നമസ്തേ. ഗോവിന്ദ സങ്കീർത്തനം ഗോവിന്ദ. ഭൂപതികളെ കൊല ചെയ്വതിനാൽ സുതനാകിയ പാർത്ഥനോട് ഉലമാശുവനിച്ച കൃഷ്ണൻ തിളങ്ങി വിലസിയിടുക പന്തിതോറും. പൊന്നൻ വിളക്ക് പൊടി തൂത്തു തുടച്ചു നന്നായി കർപ്പൂരമാന്തിരിയുമിട്ടതിൽ
എന്താ ഓരോന്ന് കൊടുത്താൽ കേട്ടോ, വേറെ ഓരോന്ന് എടുത്ത് കൊടുത്തോട്ടോ, ഓരോന്ന് എന്താ അത്? ഇതെന്താ? വഴുതനങ്ങ. വഴുതനങ്ങ വഴുതനങ്ങ കേട്ടോ, അത് വഴുതനങ്ങ പച്ച പച്ച മാങ്ങ പച്ച കരിമ്പ് പരിപ്പ് നെയ്യ് നെയ്യാണത്. ശർക്കര ഉപ്പേരി വളകിലിങ്ങട്ടെ മതി മതി
ഇതാ നമ്മുടെ ഇവിടെ ഈ വാലിയുടെ ഉള്ളിലൊരു ഗോളമുണ്ട് കേട്ടോ. ഒരു ഗോളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞങ്ങൾ ആറന്മുള വള്ളസദ്യയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ചുണ്ടൻ വെള്ളത്തിലൊക്കെ കയറി അടിപൊളിയായിട്ട് തുഴക്കാരുടെ ഒപ്പം നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. നമ്മളങ്ങനെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വള്ളസദ്യയൊക്കെ കഴിച്ചു. വള്ളത്തിൽ കയറിയിട്ട് പോയി വള്ളത്തിൽ കയറിയിട്ട് അതൊരു കടവിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ ആ കടവ് വരെ വള്ളത്തിൽ പോയി അതിൽ നിന്ന് എന്നിട്ട് വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ കുറേ ചടങ്ങുകളൊക്കെ ഇല്ല. അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പോയി വള്ളസദ്യ കഴിച്ചു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ ഫ്രണ്ടായ അനൂപിൻ്റെ വകയായിരുന്നു ഇന്നത്തെ ഒരു വഴിപാട്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക വള്ളസദ്യ കഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാകും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാട്ടോ, അത് വള്ളങ്ങളൊക്കെ കിടക്കണുണ്ടോ. അവിടെ നിന്നാണ് അതൊരു കടവാണ് കേട്ടോ, അത് സത്രം കടവ്. ആ കടവിൽ നിന്ന് ആണ് ശരിക്കും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ കടവിലേക്ക് പോകുന്നത്. കുറച്ച് ദൂരം ഇങ്ങനെ തുഴഞ്ഞ് പോകണം. നമ്മൾ വിചാരിക്കണ മാതിരിയല്ല. വള്ളത്തിൽ കയറി കഴിയുമ്പോൾ ഭയങ്കര ഉലച്ചിലാണ്, സത്യം പറഞ്ഞാൽ പേടിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിറങ്ങി തിരിച്ചു പോവാണ്. ഈ ഒരു പാലത്തുമ്പോൾ നിന്ന് തന്നെ കേട്ടോ നമ്മൾ രാവിലെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.